നമ്മളിന്ന് കാണാൻ പോകുന്നത് ടേമു ഹോളാണ്. അപ്പോൾ ഒരു കുഞ്ഞു മിനി വ്ളോഗ് അല്ലെങ്കിൽ മിനി ഹോളായിട്ട് നിങ്ങൾക്ക് കാണുക. ഇതിലധികം വേണ്ടി ഐറ്റംസ് ഒന്നും ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ഒരു വട്ടം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, മേടിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത്ര ഗിഫ്റ്റൊക്കെ തരാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വശീകരിക്കും. നമ്മൾ ആ പ്രലോഭനങ്ങളൊന്നും വീണ് പോകരുത്. പക്ഷെ ഞാൻ വീണ് പോയി. പക്ഷെ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യുക. എനിക്ക് സെൽഫ് കൺട്രോൾ ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ പിന്നെയും പോയി മേടിക്കും. ഇതൊക്കെ എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് വെച്ചാൽ എനിക്കറിയാം. പക്ഷേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് മേടിച്ചത് കൊണ്ട് കുറ്റബോധം ചെറിയ രീതിയിലേ ഉള്ളൂ, വലിയ രീതിയിലില്ല. അപ്പം നമ്മൾ മേടിച്ച ഐറ്റംസ് അതാണ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പൊട്ടിക്കുന്ന ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബോക്സ് അത്യാവശ്യം നമുക്ക് വീട്ടുകളിൽ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറേജ് ഒരു സംഭവമാണ്. ഇന്നത്തെ അരി, പരിപ്പ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം ഇത് അത്യാവശ്യം കട്ടിയുള്ള ഇതാണ്. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോ പീസസ് പറക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അത് അവരുടെ പാക്കിങ്ങിൻ്റെ കുഴപ്പമില്ല, ഇവിടെ നിന്ന് എറിഞ്ഞ് പൊട്ടി വന്നതായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, ഞാനിത് റിട്ടേൺ ചെയ്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈഡ് ഇങ്ങനെ പോയെങ്കിലും എനിക്ക് അവിടെ കുറച്ചുകൂടി സ്പേസ് കിട്ടി. ആ സ്പേസ് കിട്ടിയ ഭാഗത്ത് ഞാൻ അരി ഇടാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ കുറ്റപ്പുറവും തോന്നില്ല, റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഇത് അടുത്ത് വെച്ച് നിങ്ങൾ നോക്കുക, എന്നെ ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്, ഭയങ്കര കട്ടിയുള്ളൊരു ഇതാണ്. ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ് പീസായിട്ട് തോന്നും. അപ്പം നിങ്ങൾ ചിന്തിക്കുക അതെന്ത് കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കുറേ മേടിക്കണം. പിന്നെ എനിക്ക് കുറേ 5-6 പാൻറ്റ് ഇങ്ങനെ ലൂസാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഹാൻഡ് ഇച്ചിരി നല്ല ഒരു വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ ഞാനൊരു വെജിറ്റബിൾ കട്ടർ മേടിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട്. പക്ഷേ ഇങ്ങനെ വലിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്, മൂർച്ചയുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബെഡ്ഷീറ്റാണ് മേടിച്ചത്, ഒരു വൈറ്റ് ബെഡ്ഷീറ്റ്. ഇച്ചിരി വലിയ സൈസ് നോക്കി മേടിച്ചു. ഫ്യൂച്ചറിൽ നമുക്ക് ഡബിൾ കോട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ റീൽസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി. ബൈ.